ജിൻഡോ ജോൺ. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വരുന്ന വിവരം സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുകയാണ് സിദ്ദിഖ് എന്നാണ്. ആരാണ് സിദ്ദിഖിന് ഈ സൗകര്യം ഒരുക്കി കൊടുത്തത്? ശ്രീ വേണു, ഇതിൽ നമുക്ക് സംശയിക്കേണ്ട കാര്യമില്ല. സിദ്ദിഖിന് ഇത്രയും സാവകാശം കിട്ടിയത് ഈ സർക്കാരിൻ്റെയും പ്രോസിക്യൂഷൻ്റെയും പോലീസിൻ്റെയൊക്കെ അലംഭാവമാണ്. അലംഭാവം എന്ന് ഇതിന് പറയാൻ പറ്റില്ല, അവരൊരുക്കി കൊടുത്ത സൗകര്യത്തിലാണ്. ഇതിൽ സിദ്ദിഖ് മാത്രമല്ല, മുകേഷിന് ജാമ്യം കിട്ടുന്നു. മുകേഷിന് ജാമ്യം കിട്ടുമ്പോൾ ആ ജാമ്യത്തിനെതിരായിട്ട് അപ്പീൽ കൊടുക്കാൻ തീരുമാനിച്ചു എന്നൊക്കെ പറഞ്ഞെങ്കിലും അപ്പീൽ കൊടുക്കണ്ടെന്ന് തീരുമാനിക്കുന്നു സർക്കാരും പ്രോസിക്യൂഷനോ. എന്തുകൊണ്ടാണ് സർക്കാർ അപ്പീൽ കൊടുക്കുന്നില്ലെന്ന് തീരുമാനിച്ചത്? ഒരുപാട് പാവപ്പെട്ട സ്ത്രീകളെ കേരളത്തിൻ്റെ ഹൈവേയിൽ പൊരുവയിലത്ത് നിർത്തി സ്ത്രീ സംരക്ഷണ വനിതാ സംരക്ഷണം അതിലൊരുക്കിയ സർക്കാരാണ്. സ്ത്രീ സുരക്ഷിത കേരളം എന്നൊക്കെ വലിയ മേനി നടിച്ച സർക്കാരാണ്. ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നിട്ട് 5 വർഷക്കാലം അത് തലയിണക്കടിയിൽ വെച്ചുകൊണ്ട് ഉറങ്ങിയിരുന്ന സർക്കാരാണ്. ആ സർക്കാരിൻ്റെ മുമ്പിലേക്ക് ആ റിപ്പോർട്ടിൻ്റെ ഭാഗങ്ങൾ പുറത്തു വന്നപ്പോൾ അതിനെ തുടർന്ന് കുറച്ച് പെൺകുട്ടികൾ, സിനിമാ മേഖലയിലെ കുറച്ച് സ്ത്രീകൾ നടത്തിയ പരസ്യ പ്രസ്താവനയുടെ പുറത്താണ് ഇത്തരം കേസുകളൊക്കെ വരുന്നത്. ഇപ്പോഴും ഹേമ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട ആ വിഷയങ്ങളിൽ ഒന്നും യാതൊരു അന്വേഷണവും പ്രഖ്യാപിച്ചിട്ടില്ല. ഇപ്പോൾ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ പ്രഖ്യാപിച്ചതുപോലും അതിനുശേഷം വന്നിട്ടുള്ള പരസ്യ പ്രസ്താവനകളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അന്വേഷിക്കാനാണ്. അതിനുശേഷം ഈ പ്രത്യേക കേസിൽ തന്നെയാണെങ്കിൽ പരാതിക്കാരിയുടെ പരാതി പൊതുസമൂഹത്തിന്റെ മുമ്പിൽ എത്തുന്ന രീതിയിൽ പോലീസിൽ നിന്ന് ചോരുന്നു എന്ന് പറഞ്ഞാൽ പരാതിക്കാരിക്കല്ല, പീഡകർക്കാണ് സംരക്ഷണം ഈ സർക്കാർ ഒരുക്കുന്നത് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ഇപ്പോൾ ഹൈക്കോടതിയിൽ അദ്ദേഹം ജാമ്യ ഹർജി കൊടുക്കുകയും അതിനു വേണ്ടിയിട്ട് സർക്കാരും പോലീസും കാത്തിരുന്നു എന്നൊക്കെ പറയുമ്പോൾ ഇത്തരം ആനുകൂല്യങ്ങൾ, ഇത്തരം സൗകര്യങ്ങൾ മുൻകാലങ്ങളിൽ മറ്റാർക്കും ലഭിച്ചിട്ടില്ല എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. ഇനി സിദ്ദിഖോ മുകേഷോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും ആകട്ടെ, അവർക്കപ്പുറം സാധാരണ പൗരന്മാരാണ് ഇത്തരം കേസിൽ പെടുന്നതെങ്കിൽ ഈ പ്രിവിലേജും ഇത്തരത്തിലുള്ള സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കുമായിരുന്നു. അപ്പോൾ ഇല്ല, സർക്കാർ ഇവരെ സംരക്ഷിക്കുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട.